നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയ നടൻ ഷൈൻ ടോം ചാക്കോ ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കും പരാതി നൽകി. ലഹരി റെയ്ഡിനെത്തിയ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടി. രക്ഷപ്പെട്ടത് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന്. വഖഫ് നിയമത്തിനെതിരായ ഹർജികൾ ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. കേന്ദ്ര സർക്കാരിന്റെ വാദം കേൾക്കും. ഇടക്കാല ഉത്തരവിന് സാധ്യത. ഹർജികൾ പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച്. ബംഗാളിൽ വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ജീവിക്കാൻ സമരം കടുപ്പിച്ച മുതലപ്പൊഴി നിവാസികൾ. പൊഴി മുറിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ. സംഘർഷ സാധ്യത. മന്ത്രിയുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി യോജിപ്പില്ലെന്ന് മുതലപ്പൊഴിക്കാർ. ജോലി നഷ്ടമായ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ആലോചിക്കാമെന്ന് മന്ത്രി സജി ചെറിയാൻ. വെള്ളാപ്പള്ളി സാർ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ നിലപാടുകൾ വളരെ കുറവാണ്. ഇപ്പം 100 കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഒരു 30 കാര്യങ്ങൾ ചിലപ്പോൾ എതിര് കാണും, പക്ഷേ ഭൂരിപക്ഷം അനുകൂലമാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ വെള്ളാപ്പള്ളിയെ ശരിവെച്ച് മന്ത്രി സജി ചെറിയാൻ. സൗദിയിൽ ബാങ്ക് വിളിയില്ലെന്ന പരാമർശത്തിൽ പ്രിയപ്പെട്ടവർ പോലും തള്ളിപ്പറഞ്ഞു. അവിടെ ചെന്ന് ഈ മൈക്ക് കണ്ടില്ല. ബാങ്ക് വിളിക്കുന്നുണ്ടോ? അത് പരസ്യമായിട്ട് തന്നെ ബാങ്ക് വിളിക്കുന്നു. എനിക്ക് ആ പറഞ്ഞപ്പോൾ ഒരു അക്ഷര പെശവ് വന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിലെ പള്ളികൾ ഏതെങ്കിലും ഒരു നേരത്താണ്. മറ്റേ ബാങ്ക് വിളിയെല്ലാം അവിടെ എല്ലാ പള്ളിയിലും ഞാൻ കേട്ടു. രാജിക്ക് വഴിവെച്ച ഭരണഘടനാ പരാമർശത്തിൽ ചതിക്കപ്പെട്ടെന്നും മന്ത്രി. ഞാൻ ചതിക്കപ്പെട്ടു പോയി എന്നുള്ള വസ്തുത വേറെ കാര്യം, അത് പുറത്തു കൊടുത്തു. യഥാർത്ഥത്തിൽ ഞാൻ ആ പറഞ്ഞ ഫുൾ ടെസ്റ്റ് പ്രശ്നം കേട്ടാൽ ഞാൻ ഭരണഘടനയെ ഒരിക്കലും നിന്ദിച്ചിട്ടില്ല, അവമാനിച്ചിട്ടില്ല. ആ ഫുൾ ടെസ്റ്റ് കേൾക്കണം. മന്ത്രിയുടെ തുറന്നു പറച്ചിൽ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. 27 വർഷമായി ഇഴഞ്ഞ നിലമ്പൂർ ബൈപ്പാസിന് ഇപ്പോൾ പണം അനുവദിച്ച സർക്കാർ. നീക്കം ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ അനുവദിച്ചത് 227 കോടി. തിരക്കിട്ട തീരുമാനം നാട്ടുകാരുടെ വോട്ട് ബഹിഷ്കരണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ. ആലപ്പുഴയിൽ ഉടമയെ അറിയാതെ ആധാരം ജാമ്യം വെച്ച് KCB ഉദ്യോഗസ്ഥന്റെ വൻ തട്ടിപ്പ്. കലവൂർ സ്വദേശിനിയുടെ ആധാരം ഉപയോഗിച്ച് ചിട്ടിപ്പണം പിൻവലിച്ചു. തുക തിരിച്ചടയ്ക്കാത്തതിനാൽ സ്ഥലം ഉടമയ്ക്ക് ജപ്തി നോട്ടീസ്. മറുപടി നൽകാനാകാതെ KCB. കേസെടുത്ത് പോലീസ്. തിരുവത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. വിശ്വാസികളുടെ കാൽ കഴുകി മാർ റാഫേൽ തട്ടിൽ.